കോവിഡ് ജാഗ്രതയിൽ എറണാകുളത്ത് 3 പ്രദേശങ്ങളെ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. നിയന്ത്രണങ്ങളോടെ ആലുവ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് പ്രവർത്തന അനുമതി. എറണാകുളം ജില്ലയിൽ 270 പേരാണ് കോവിഡ്-19 സ്ഥിരീകരിച്ച ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച 25 പേരിൽ 17 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഈ സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. പനമ്പള്ളി നഗറിനും ഗിരിനഗറിനും പുറമെ കോന്തുരുത്തി 58-ാം ഡിവിഷൻ, ആലുവ നഗരസഭയിലെ 18-ാം ഡിവിഷൻ, കല്ലൂർക്കാട് പഞ്ചായത്തിലെ 6-ാം വാർഡ് എന്നിവയെ കൂടി കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തി. അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമേ ഈ മേഖലകളിൽ പ്രവർത്തനാനുമതിയുള്ളൂ. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടുത്തിയത് കാരണം 2 ദിവസമായി അടഞ്ഞുകിടന്ന ആലുവ മാർക്കറ്റ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. നിയന്ത്രണത്തോടെ പുലർച്ചെ 2 മണി മുതൽ 9:30 വരെ മാത്രമാണ് പ്രവർത്തന സമയം. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ ആന്റിജൻ ടെസ്റ്റിന് സംവിധാനമൊരുക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ രോഗലക്ഷണങ്ങളുള്ളവർ നേരിട്ട് ആശുപത്രിയിൽ പോകരുതെന്നും ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിക്കണമെന്നും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനമുണ്ടാകുന്ന സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിലും നഗരത്തിലെ പ്രധാന ഇടങ്ങളിലുമെല്ലാം പോലീസിന്റെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് വിനീത VG, ന്യൂസ് 18. വിദേശത്ത് നിന്നെത്തി ഗൃഹനിരീക്ഷണത്തിലായിരുന്ന യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. കൊല്ലം കൊട്ടാരക്കര തേവലപ്പുറം സ്വദേശി മനോജാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. മനോജിനൊപ്പം ഗൃഹനിരീക്ഷണത്തിലായിരുന്ന തേവലക്കര സ്വദേശി അനന്തുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്ന് പുലർച്ചെയാണ് മനോജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മാസം 2-ന് ദുബായിൽ നിന്നും എത്തിയതാണ് മനോജ്. അയൽവാസിയായ അനന്തുവും അന്ന് തന്നെ ദുബായിൽ നിന്നും എത്തിയിരുന്നു. ഇരുവരും സ്വന്തം വീടുകളിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ ക്വാറന്റീനിലായിരുന്നു. പുത്തൂരിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ പൂർത്തിയാക്കിയാണ് ഇരുവരും ഗൃഹനിരീക്ഷണത്തിലേക്ക് മാറിയത്. 2 ദിവസമായി പനിയും ഛർദിയും മറ്റ് അസ്വസ്ഥതകളും മനോജിനുണ്ടായിരുന്നു. ഇന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനിരിക്കെയായിരുന്നു മരണം. അനന്തുവിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് കരുനാഗപ്പള്ളി KSRTC ഡിപ്പോ അടച്ചു. കൊട്ടാരക്കര ഡിപ്പോ നേരത്തെ സർവീസുകൾ അവസാനിപ്പിച്ചിരുന്നു. ജില്ലയിൽ 4 ഹാർബറുകളുടെ പ്രവർത്തനവും അവസാനിപ്പിച്ചു. ന്യൂസ് 18 കൊല്ലം. കോവിഡ് സമൂഹവ്യാപന ഭീതിക്കിടയിലും യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ മാലിന്യം കോരുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം തൊഴിലാളികൾ. സെപ്റ്റിക് ടാങ്കിലെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തള്ളുന്ന മാവൂർ റോഡിലെ ഡ്രെയിനേജിന്റെ മാൻഹോളിൽ തൊഴിലാളികൾ ഇറങ്ങിയത് കയ്യുറ പോലുമില്ലാതെയാണ്. ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന പ്രദേശത്ത് മേയറുടെ സാന്നിധ്യത്തിലായിരുന്നു ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഈ പ്രവൃത്തി. കോഴിക്കോട് മാവൂർ റോഡ് ജംഗ്ഷനിലാണ് ഈ കാഴ്ച. നഗരത്തിലെ ഡ്രൈനേജ് വൃത്തിയാക്കാൻ മാൻഹോളിൽ തൊഴിലാളികളെ ഇറക്കിയത് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ്. തൊഴിലാളികൾക്ക് കയ്യുറയും കാലുറയുമില്ല. നഗരം സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെ തള്ളുന്ന ഡ്രൈനേജിലാണ് തൊഴിലാളികളുടെ ആരോഗ്യത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഈ പ്രവൃത്തി. കോർപ്പറേഷൻ മേയറുടെ സാന്നിധ്യത്തിലായിരുന്നു ജോലി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളികളെ പ്രവർത്തനത്തിന് നമ്മൾ സജ്ജരാക്കുന്ന സമയത്ത് അവർക്ക് ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കാൻ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമായിരുന്നു. ഇത്തരത്തിൽ മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിച്ചതിനെക്കുറിച്ച് മേയറോട് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: കരാർ തൊഴിലാളികളെ ഉപയോഗിച്ചാണ് കോർപ്പറേഷൻ ഡ്രൈനേജ് വൃത്തിയാക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡിലെ ഹോട്ടലുകളിൽ പലതും ക്വാറന്റൈൻ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് സർക്കാർ നിരന്തരം പറയുമ്പോഴാണ് അധികാരികളുടെ മേൽനോട്ടത്തിൽ തന്നെ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തുന്നത്. സുജിത് കല്ലുമുട്ടിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട്